നാളെ മകരസംക്രമ നാളിൽ അയ്യന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര രണ്ടാം ദിവസത്തെ യാത്ര തുടരുന്നു. ഘോഷയാത്രയ്ക്ക് സ്വീകരണമൊരുക്കിയ സ്ഥലങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. സ്വാമി ശരണം, അയ്യപ്പ ശരണം, ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന വഴിത്താരകൾ, മനസ്സിലും ശരീരത്തിലും അയ്യനെ ഭജിച്ച് ഭക്ത സഹസ്രങ്ങൾ. തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോയ വഴിത്താരകളിലെല്ലാം വലിയ സ്വീകരണമാണ് ഭക്തജനങ്ങൾ ഒരുക്കിയത്. അയിരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് പുലർച്ചെ യാത്ര തുടർന്ന തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ച് ഭക്തജനങ്ങളുടെ വലിയ സംഘവുമുണ്ട്. ഉച്ചയ്ക്ക് 1:30 പെരുന്നാട് കക്കാട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഘോഷയാത്രയെത്തി. ഇവിടെ പേടകത്തിൽ നിന്നും തിരുവാഭരണം പുറത്തുവെച്ച് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. തിരുവാഭരണം ദർശിക്കാൻ ഭക്തരുടെ നീണ്ട നിര. കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലായിരുന്നു ഘോഷയാത്രയുടെ ഉച്ചഭക്ഷണ വിശ്രമം. ഇന്ന് രാത്രി ലാഹ വനം വകുപ്പ് സത്രത്തിലെത്തുന്ന ഘോഷയാത്ര നാളെ പുലർച്ചെ 2-ന് ലാഹ സത്രത്തിൽ നിന്നും 3-ാം ദിവസത്തെ യാത്ര തുടങ്ങും. വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്ര 6 മണിയോടെ സന്നിധാനത്തെത്തും. ജനം, പത്തനംതിട്ട.